വലിച്ചു പിടിച്ചോ. നമുക്ക് വലിച്ചിടണം. ഇത് നമ്മൾ കുറെ കൊല്ലമായിട്ട് നമ്മൾ ഇവരെ വലിച്ചിടുകയാണ്. നമ്മളെ തിരിച്ചു പിടിക്കാൻ ഇവർക്ക് കഴിയില്ല. ആ രീതിയിൽ നമുക്ക് വലിച്ചിടണം. ഇത്തവണ ഈ മണ്ഡലം പിടിച്ചെടുത്തിരിക്കും, ഒരു സംശയം വേണ്ട, പിടിച്ചെടുത്തിരിക്കും. ടൈറ്റ് വലിയാണല്ലോ, അത് എങ്ങോട്ടാ വലിക്കുന്നത്? ഇടത്തോട്ട് എന്താ സംശയം? ഇടത്തോട്ട് വരുമോ? ഇടത്തോട്ട് വരും. ഇതുവരെയും വന്നില്ലല്ലോ, ഇനി എങ്ങനെ വരുന്ന ഉറപ്പ്? ഇപ്പോഴത്തെ കഥ മാറി, അറിഞ്ഞില്ലെങ്കിൽ എന്താ കഥ? എന്താ കഥ മാറി? ഇടതുപക്ഷം ജയിച്ചേ ഇനി രാജ്യം അതിജീവിക്കൂ. കഥ മാറിയില്ലെന്ന്, ഇത്രയും കാലം ഒരേ കഥയില്ല. അപ്പൊ ഇപ്രാവശ്യം മാറി എങ്ങനെയാ? കഥ മാറ്റാനാണ് അംസർ വന്നത്. അതാണ് അംസർ സബ്സ്റ്റിറ്റ്യൂട്ട് ആണെന്നാ പറയുന്നത്. ഇത്രയും നേതാക്കൾ നിങ്ങൾക്ക് ഉണ്ടായിട്ട് അംസർ ആർക്ക്? പക്ഷെ നിങ്ങൾക്ക് പേടിയായിട്ട് അംസ വന്നതെന്നാ ഒരു പറയുന്നത്. അതുപോലെ ആരും കണ്ടു വന്നാലും ഇവര് തന്നെ പറയാ. എന്താണ് പേടിയുണ്ടോ? ഒരു പറഞ്ഞ പോലെ പേടിയുണ്ടോ? ഇടത്തോട്ട് വലിച്ചിടുന്ന പറയുന്നത്. പൊന്നാനിയിൽ കഴിഞ്ഞ 50 വർഷമായിട്ട് ഇടത്തോട്ട് വലിക്കുക. ഇന്ന് വരെ ഇടത്തോട്ട് മറിഞ്ഞു വീണിട്ടില്ല. അത് ഇനി മറിഞ്ഞു വീഴുകയുമില്ല. പിന്നെ എന്തിനാ നമ്മളെ ഈട്ടീനെ അങ്ങോട്ടേക്ക് മാറ്റിയേ? ഈട്ടിയെ മാറ്റിയത് ഞങ്ങൾ ലോകപ്രശസ്തനായ ഒരു സ്ഥാനാർത്ഥിയെ ഞങ്ങൾക്ക് വേണമെന്ന് നിർബന്ധം പറഞ്ഞുകൊണ്ട്. ലോകപ്രശസ്ത രണ്ടും ഒരേന്നല്ല, അപ്പുറത്തും ഇപ്പുറത്തും അല്ല. ഞങ്ങൾക്ക് സമദാനിയെ ഞങ്ങൾക്ക് പൊന്നാനിയിലേക്ക് വേണമെന്ന് ചോദിച്ചു മേടിച്ചതാണ്. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്കൊരു കുട്ടിയോട് ചെന്നിട്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥിനെ പേര് പറഞ്ഞാൽ മതി, ഇനി പറയേണ്ട സമദാനിയെ ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ഓരോ ദിവസവും ഞങ്ങളുടെ സ്വീകരണ മുറിയിലത്തെ ആളാണ് സമദാനി. സ്വീകരണ മുറിയിലേ സമദാനി പോയി ഇരുന്നിട്ട് കാര്യമില്ല. ജനങ്ങളിലെ പാർലമെന്റിൽ നയം വ്യക്തമാക്കണം. പാർലമെന്റിൽ കാര്യപ്പെട്ട വോട്ടെടുപ്പൊക്കെ നടക്കുമ്പോൾ കല്യാണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വരലല്ല. സമദാനി ഇന്ത്യയുടെ പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ അറ്റൻഡൻസ് ഉള്ള ഒരു MP-യാണ്. കേരളത്തിൽ 20 MP-മാരിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് ചെലവഴിച്ചവർ അതുപോലും അറിയില്ല. ഇപ്പോൾ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് മത്സരിക്കുന്നത്, ഉത്തർപ്രദേശ് പോലുള്ള അവർക്ക് ഏറ്റവും കൂടുതൽ BJPക്ക് സീറ്റ് കിട്ടുന്ന പ്രദേശങ്ങളിൽ മത്സരിക്കാതെ കേരളം പോലത്തെ ഒരു സ്ഥലത്ത് വന്നിട്ട് രാഹുൽ ഗാന്ധിയെ പോലെ മത്സരിപ്പിക്കുകയാണ്. ശരിക്കും BJP അല്ല ഇവർ എതിർക്കേണ്ടത്. ഈ CAക്കെതിരെയും ഇവിടുത്തെ വർഗീയതക്കെതിരെയും സംസാരിക്കുന്നത് UDF നേതാക്കന്മാരാണ്. കേരളത്തിൽ ഞങ്ങളോടാണ് ഇവർക്ക് BJPയോട് മൃദു സമീപനവും ഇടതുപക്ഷത്തോട് നല്ല വിരോധമുള്ള സമീപനവുമാണ് ഇവിടുത്തെ ലീഗുകാരും UDFകാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാർക്സിസ്റ്റ് പാർട്ടി ഇന്ത്യൻ പാർലമെന്റിൽ പ്രതിപക്ഷ നേതാവായിട്ട് വരെ ഇരുന്നവരാ. അതേ മാർക്സിസ്റ്റ് പാർട്ടി ഇന്ന് ലീഗിന്റെ 3 MP-മാരെ പോലെ താഴേക്ക് വന്നു. എന്തുകൊണ്ട്? ജനം അവരെ വെറുത്തു. ഇവിടെ 19 പേര് ഇവിടുന്ന് ജയിച്ചു പോയല്ലോ. പൗരത്വ ഭേദഗതി ബില്ലിൽ വരെ നിലപാടെന്താ? മുത്തലാഖ് ബില്ല് വന്നപ്പോൾ വരെ നിലപാടെന്താ? ഇപ്പൊ വയനാട് രാഹുൽ ഗാന്ധി വന്ന് മത്സരിക്കാൻ പോവാണല്ലോ. അവിടെ ഈ പറയുന്ന ലീഗുകാരുടെ കൊടി കാണിക്കണ്ടെന്നാ കോൺഗ്രസിന്റെ തീരുമാനം. ലീഗിന്റെ കൊടി കാണിച്ചു കഴിഞ്ഞാൽ ഉത്തരേന്ത്യയിൽ വോട്ടിട്ടില്ല. നാളെ ലീഗുകാരോട് മുഴുവൻ പാകിസ്ഥാനിലേക്ക് പോവാൻ നരേന്ദ്രമോദി പറഞ്ഞാൽ രാഹുൽ ഗാന്ധി പറയും പോയിക്കോളാൻ. ഈ കേരളത്തിൽ മാത്രമാണ് ഇവർക്ക് ലീഗിന്റെ കൊടിയോട് എതിർപ്പ്. കഴിഞ്ഞ ദിവസം വന്ന ഫോട്ടോസ് വേണമെങ്കിൽ ഇവർക്ക് കാണിച്ചു കൊടുക്കാം. തമിഴ്നാട്ടിൽ കോൺഗ്രസിന്റെ ലീഗിന്റെ കൊടിയോടൊപ്പമാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൊടി കെട്ടിയിരിക്കുന്നത്. ഇവര് പൗരത്വ ഭേദഗതി ബില്ലിന് എതിരാണെന്ന് പറയുന്നുണ്ടല്ലോ. അങ്ങനെ ജനങ്ങളെ പറ്റിക്കുകയാണ്. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ അത് എടുത്തു കളയും എന്ന് ഇവർ പറയുന്നുണ്ടാ. പൗരത്വ ഭേദഗതി നിയമത്തിൽ കോടതിയിൽ വിധി വന്നപ്പോൾ മുസ്ലിം ലീഗ് മാത്രം അവിടെ ഹർജി ഉണ്ടായിരുന്നുള്ളൂ. മറ്റുള്ള 100-200 ചില ഹർജിയുടെ കൂടെ ഏറ്റവും ആദ്യം വിളിച്ചത് ലീഗിന്റെ ഹർജിയാണ്. അത് ഇവർക്കറിയില്ല. എന്തായാലും വാക്കിന് മറുവാക്കെന്ന രീതിയിലാണ് പൊന്നാനിയിലെ വടംവലി. ഇടത്തോട്ടോ വലത്തോട്ടോ വലിച്ചു പിടിക്കാന്ന് 26-ാം തീയതി ആണ് എന്തായാലും. ഇതാണ് പൊന്നാനിക്കാരുടെ തർക്കുത്തര കാഴ്ചകൾ. നമുക്ക് ഇടവേളയ്ക്ക് ശേഷം വേഗം തിരിച്ചു വരാൻ തലക്കെട്ടുകളോടെ. ഇനി ഒരു കേരള മാട്രിമോണി സക്സസ് സ്റ്റോറി. വരൻ ശ്രീകാന്ത്, വധു മീനു. കേരള മാട്രിമോണിയിലൂടെ ഇത്തരം ലക്ഷക്കണക്കിന് പേരാണ് വിവാഹിതരാകുന്നത്. നിങ്ങളും ഒരു പങ്കാളിയെ തേടുകയാണോ? ഉടൻ കേരള മാട്രിമോണി ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മനസ്സിന് ഇഷ്ടപ്പെട്ട പങ്കാളിയെ കണ്ടെടുത്തു. Wake Up Kerala, brought to you by കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു ബ്രൈഡൽ സെൻസേഷൻസ്. വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക് പറശ്ശിനിക്കടവ്, കണ്ണൂർ. വെഡിംഗ് ആഭരണങ്ങൾക്ക് ഇപ്പോൾ പണിക്കൂലി ഫ്ലാറ്റ് 2.99% മാത്രം. വിദേശ പഠനത്തിന് നിങ്ങൾ തയ്യാറെടുക്കുന്നുണ്ടോ? മാതൃഭൂമി ന്യൂസും ഫെയർ ഫ്യൂച്ചർ ഓവർസീസ് എഡ്യൂക്കേഷനുമായി ചേർന്ന് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു. ചോദ്യങ്ങൾ തന്നിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ അയച്ചു തരിക. ശനിയാഴ്ച രാവിലെ 7:52-നും ഞായറാഴ്ച ഉച്ചയ്ക്ക് 1:55-നും ഫെയർ ഫ്യൂച്ചർ MD ഡോക്ടർ S രാജ് നിങ്ങൾക്ക് മറുപടി നൽകുന്നു. കൈകളിൽ പടരും വർണ്ണം കാവേരി കാവേരി മെഹന്തി. കാവേരി മെഹന്തിക്കോൺ കൈകൾ
കൈകളിൽ പടരും സ്നേഹത്തിൻ കടും വർണ്ണം. ഒരു ജോലിക്ക് വേണ്ടി പഠിക്കണമെങ്കിൽ ISSTയിൽ പഠിക്കൂ. ഈ ലോകത്തെ സൃഷ്ടിക്കുന്നതും നിലനിർത്തുന്നതും അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളാണ്. ലോകത്തെ ഭരിക്കുന്ന അധ്വാനത്തിന്റെ ശക്തിയെ എന്നും നമിക്കുന്നു. 550D കമ്പികൾ. ലൈഫിൽ ധാരാളം ഓപ്ഷൻസ് ഉള്ളപ്പോൾ പെർഫെക്റ്റ് ഒരെണ്ണം സെലക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ലവ് സ്ക്രിപ്റ്റോ ആക്ഷൻ സ്ക്രിപ്റ്റോ, ഹോട്ടൽ മെനുവിൽ ഇത് വേണോ അത് വേണോ, ട്രാവൽ പ്ലാൻസിൽ ഇവിടെ പോണോ അവിടെ പോണോ, കൺഫ്യൂഷൻ. ബട്ട് ഫാഷന്റെ കാര്യത്തിൽ എത്ര ഓപ്ഷൻസ് വന്നാലും നോ കൺഫ്യൂഷൻ. സിമ്പിൾ ആയിട്ട് ഹെഡ് ടു ടോ ഐ ചൂസ് ഓട്ടോ. ബിക്കോസ് ഓട്ടോ ആണ് ഫാഷന്റെ സൂപ്പർ സ്റ്റാർ. നല്ല ചേഞ്ച് ആണ് നോക്കുന്നതെങ്കിൽ മൈജി തന്നെ പോണം. ലാപ്ടോപ്പ് വിൽപ്പനയിൽ കേരളത്തിൽ നമ്പർ 1 ആണ് മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകും, വേറൊരു റേഞ്ച് ആകൂ. At Black Thunder where adventure begins. Come on everyone, it's time to dive in. Riding the joy, our hearts are bounding. Making big waves with all of our friends. At Black Thunder, let the party begin. At Black Thunder where the fun never ends. Black Thunder, Uji Main Road, Metupalayam. ഗോപു നന്ദിലത്ത് ജി മാർട്ടിൽ വിഷു കൈനീട്ടം ഓഫർ. ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ട്. AC-കൾക്ക് വമ്പിച്ച വിലക്കുറവ്. ഗോപു നന്ദിലത്ത് ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും. അഭിവൃദ്ധിയുടെ പാതയിൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന സുപ്ര പസഫിക് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിറങ്ങൾ പകരുന്നു.